ലോകം ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണ്. പല രാജ്യങ്ങളും കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കാനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഓസ്ട്രേലിയ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി നിരോധിച്ചു കഴിഞ്ഞു. സ്പെയിനും ഫ്രാൻസും അതേ വഴിയിലാണ്. അപ്പോഴാണ് ഇന്ത്യ പുതിയൊരു നിയമനിർമ്മാണവുമായി രംഗത്ത് വരുന്നത്. ഇന്ത്യയുടെ എന്നാൽ ഈ നിയമനിർമ്മാണം ഒരിക്കലും ഒരു കംപ്ലീറ്റ് ബാൻ അല്ല. ഇന്ത്യ നോക്കുന്നത് ഒരു ഗ്രേഡഡ് അപ്രോച്ചാണ്. എന്താണ് ഗ്രേഡഡ് അപ്രോച്ച്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നീക്കത്തിലേക്ക് ഇന്ത്യ പോകുന്നത്? അടുത്തിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു 13 വയസ്സിൽ താഴെയുള്ളവർക്കായി നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും അറിയിച്ചു. സംസ്ഥാനങ്ങൾ ഇങ്ങനെ നീങ്ങുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനായി ഒരു ദേശീയ നയം രൂപീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം? സാമ്പത്തിക സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ 9 മുതൽ 24 വയസ്സുവരെയുള്ളവർ ദിവസവും 3 മുതൽ 7 മണിക്കൂർ വരെ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നുണ്ട്. ഇതവരുടെ പഠനത്തെയും മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ഒരേപോലെയുള്ള നിരോധനങ്ങളല്ല. കുട്ടികളെ 3 കാറ്റഗറിയായി തിരിച്ചാണ് ഇവിടെ നിയന്ത്രണങ്ങളും നിരോധനവും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചെറിയ കുട്ടികൾ, ഇവർക്ക് പൂർണ്ണ നിയന്ത്രണം. കൗമാരക്കാർ, മാതാപിതാക്കളുടെ അനുമതിയോടെയുള്ള നിയന്ത്രണങ്ങൾ. മുതിർന്ന കൗമാരക്കാർ, 17 വയസ്സുവരെയുള്ളവർ, കുറഞ്ഞ നിയന്ത്രണങ്ങൾ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെയും +2 പഠിക്കുന്ന കുട്ടിയുടെയും പക്വത ഒന്നല്ല. ഈ വ്യത്യാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ ഈ ഗ്രേഡഡ് അപ്രോച്ച് സ്വീകരിക്കുന്നത്. ഇത് ഓസ്ട്രേലിയയുടെ കർശനമായ നിരോധനേക്കാൾ പ്രായോഗികമാണെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇത് നടപ്പിലാക്കുന്നത് അത്ര എളുപ്പമല്ല. ഇന്ത്യയിലെ ഒരു ബഹുഭൂരിപക്ഷം കുടുംബത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരൊറ്റ സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ പ്രായം തിരിച്ചുള്ള നിരോധനം നടക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ VPN ഉപയോഗവും എങ്ങനെ നിരോധിക്കാം എന്ന ചിന്തയിലാണ് സർക്കാർ ഇപ്പോൾ ഈ മാറ്റത്തിലേക്ക് പോകുന്നത്. മാത്രവുമല്ല, ഇന്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കുട്ടികൾക്ക് നിരോധിച്ചാൽ അതിനേക്കാൾ അപകടകരമായ സൈറ്റുകളിലേക്ക് അവർ പോകുമോ എന്ന ഭയവും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രശ്നം കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല, മറിച്ച് സോഷ്യൽ മീഡിയയുടെ ഡിസൈനാണ്. നമ്മളെ അടിമകളാക്കുന്ന അൽഗോരിതങ്ങൾ, നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ പ്ലേ വീഡിയോകൾ, രാത്രി ഉറക്കം കെടുത്തുന്ന നോട്ടിഫിക്കേഷനുകൾ, ഇവയാണ് യഥാർത്ഥ വില്ലന്മാർ. വെറുമൊരു പ്രായപരിധി നിശ്ചയിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ കമ്പനികളുടെ പ്രവർത്തന രീതിയിൽ സുതാര്യത കൊണ്ടുവരേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഇന്ത്യ കൊണ്ടുവരുന്ന ഈ തീരുമാനങ്ങൾ സ്വാഗതാർഹമാണ്. എന്നാൽ നിരോധനത്തിന് പുറമെ ഡിജിറ്റൽ സാക്ഷരത കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെയും ഉത്തരവാദിത്തം തന്നെയാണ്.